നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എവിടെ പോയി ഒളിക്കും നമ്മൾ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി പുറത്തേക്ക് വന്ന 3 സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തലമറയ്ക്കുന്ന പാലക്കാട്ടെ 2 കുട്ടികളെ അനാഥമാക്കിയ ചെന്താമരയുടെ കൊലപാതകവും ചേന്നമംഗലത്ത് വീട്ടിൽ കയറി 3 പേരെ കൊന്ന കേസും ഒക്കെ ചേർത്തുകൊണ്ടായിരുന്നു എൻ്റെ ആ വീഡിയോ. ചോറ്റാനിക്കരയിൽ ഒരു വീട്ടിൽ കയറി ഒരു 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന സംഭവവും, പത്തനംതിട്ടയിൽ ഒരു SIയെ ഒരു വിദ്യാർത്ഥി നിലത്തടിച്ച സംഭവവും, നെട്ടയത്ത് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥി കുത്തിയ സംഭവമൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. എന്നാൽ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം പുറത്തേക്ക് വന്ന 2 വാർത്തകൾ ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ തല മരപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഈ നാടിന് എന്തു പറ്റി? എല്ലാവർക്കും ഭ്രാന്തായോ? എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിനൊക്കെ എങ്ങനെ അറുതി വരും എന്നാലോചിച്ച് മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്. വാസ്തവത്തിൽ ഒരു വാർത്തയും അറിയാതെ, ഒരു വാർത്തയും ചെയ്യാതെ ഈ പണിയെ അവസാനിപ്പിച്ച് എവിടെയെങ്കിലും സ്വസ്ഥമായി സമാധാനത്തോടെ വല്ല കൃഷിയും ചെയ്ത് ജീവിച്ചാലോ എന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ് ഇത്തരം വാർത്തകൾ. ഇന്നലെ വൈകുന്നേരമായപ്പോൾ പുറത്തു വന്ന് അധികം നമുക്ക് നിയമപരമായ കാരണങ്ങളാൽ ചർച്ച ചെയ്യാൻ കഴിയാത്തൊരു സംഭവം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രസവിച്ചു എന്നതാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രസവിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. എന്നാൽ ആ കുട്ടിയുടെ അച്ഛൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരാളാണ് എന്ന വാർത്ത അതാണ് ഞെട്ടിക്കുന്നത്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ആ പെൺകുട്ടിയും ആൺകുട്ടിയും ബന്ധുക്കളാണ് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എങ്ങനെ ഭയപ്പെടാതെ നമുക്ക് ഈ വാർത്തകൾ കേൾക്കാൻ കഴിയും? പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ജീവിതം മോശമാണ്, അവിടെയൊക്കെ കുട്ടികൾ ചെറുപ്പത്തിലെ പിഴയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ഒന്നുമല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് ലൈംഗിക അവബോധമുണ്ടാക്കി കൊടുക്കാൻ അധ്യാപകരും മാതാപിതാക്കളും ശ്രമിക്കുന്നുണ്ട്. നമ്മളാവട്ടെ 20 വയസ്സായാലും നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് സ്വയം വിശ്വസിച്ച് എല്ലാം മറച്ചു വെച്ച് കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഭയന്ന് ജീവിക്കുന്നു. അതിൻ്റെ തിക്തഫലമാണ് ഈ വാർത്ത. ഈ വാർത്തയുടെ ഷോക്ക് മാറുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്നലെ വെളുപ്പിന് ആ വാർത്ത പുറത്തു വന്നത് മുതൽ ഇപ്പോൾ വരെ അതിന് ഓരോ നിമിഷവും ട്വിസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ വിചിത്രമായ പലതും സംഭവിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ തന്നെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിലുള്ള ബാലരാമപുരത്തെ ഒരു വാടക വീട്ടിൽ പാറശാലക്കാരനായ ശ്രീജിത്തിൻ്റെയും ബാലരാമങ്കാരിയായ ശ്രീധുവിൻ്റെയും മകൾ ദേവേന്ദു, 2 വയസ്സ് മാത്രമാണ്, ദേവേന്ദു കൊല്ലപ്പെട്ടിരിക്കുന്നു. ദേവേന്ദുവിനെ കിണറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ദേവേന്ദുവിനെ കാണാതില്ലാതെ വീട്ടുകാർ തിരക്കിക്കൊണ്ടിരുന്നപ്പോൾ അയൽപക്കക്കാർ പോലീസിൽ പറഞ്ഞാണ് വിവരമറിഞ്ഞത്. പിന്നീട് കുട്ടിയുടെ അമ്മയായ ശ്രീധുവിൻ്റെ സഹോദരനായ ഹരികുമാറാണ് ഈ കുട്ടിയെടുത്ത് കിണറ്റിലിട്ട് കൊന്നത് എന്ന് വ്യക്തമാവുകയും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഹരികുമാർ കുറ്റം സമ്മതിച്ചത്. ശ്രീധു ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിക്കഴിയുകയാണ്. അതുകൊണ്ട് ശ്രീധു താമസിക്കുന്നത് സഹോദരനായ ഹരികുമാറിൻ്റെയും മാതാപിതാക്കളുടെയും ഒപ്പമാണ്. 16 ദിവസം മുമ്പ് ശ്രീധുവിൻ്റെയും ഹരികുമാറിൻ്റെയും പിതാവ് മരിച്ചു പോയിരുന്നു. അതിന് 16ാം അടിയന്തരവുമായി ബന്ധപ്പെട്ട് പിണങ്ങിക്കഴിയുന്ന ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തും എത്തിയിരുന്നു. ആ ശ്രീജിത്ത് അവിടെ ഉണ്ടായിരുന്ന അതേ ദിവസമാണ് അവരുടെ മകൾ 2 വയസ്സ് മാത്രമുള്ള ദേവേന്ദുവിനെ ഹരികുമാർ എടുത്ത് കിണറ്റിലിട്ട് കൊന്നുകളഞ്ഞത്. കുഞ്ഞ് മരിക്കാൻ കാരണം ശ്വാസം മുട്ടിയാണ്, വെള്ളം കയറിയാണ് കിണറ്റിൽ വീണത്. അത് കുട്ടിക്ക് യാതൊരു പരിക്കുമുണ്ടായിരുന്നില്ല. പോലീസ് ഹരികുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയും അച്ഛൻ ശ്രീജിത്തിനെയും അമ്മയെയും ഹരികുമാറിനെയും പോലീസ് സംശയിച്ചിരുന്നു. പിന്നീട് ശ്രീധുവിൻ്റെ അമ്മയെയും ഭർത്താവിനെയും പോലീസ് സംശയപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു. ഒടുവിൽ അവശേഷിച്ചത് കുട്ടിയുടെ അമ്മയായ ശ്രീധുവും അമ്മാവനായ ഹരികുമാറുമാണ്. ഹരികുമാർ കുറ്റം സമ്മതിച്ചു. ഹരികുമാറിനെ അറസ്റ്റ് ചെയ്തു. ശ്രീധുവിനെ തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും കുറ്റവിമുക്തി പോലീസ് നൽകിയിട്ടില്ല. ഇപ്പോഴിതാ ഒരു മന്ത്രവാദി അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അയാളെയും അറസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുമ്പോൾ മന്ത്രവാദിയും അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇതൊരു ഗൂഢാലോചനയാണ് എന്നർത്ഥം. ഹരികുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ
അയാൾ പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു പറയാൻ പ്രയാസമാണെന്ന് പോലീസ് ഔദ്യോഗികമായി പറയുന്നു. പോലീസ് വൃത്തങ്ങൾ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തുന്നത് ഒരാങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധത്തിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള വാട്സാപ്പ് കോളുകൾ ഒക്കെ തെളിയിക്കുന്നത് അതാണ്. അതായത് ഹരികുമാർ സ്വന്തം സഹോദരിയോട് വഴിവിട്ട ബന്ധത്തിന് ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് കൊലപാതകമെന്ന്. അതായത് ഹരികുമാറിനെ സ്വന്തം പെങ്ങളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി പെങ്ങളുടെ മകളെ കിണറ്റിലെറിഞ്ഞു കൊന്നെന്ന്. ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഹരികുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ഈ കുട്ടിയുടെ അമ്മയായ ശ്രീതു ആദ്യം മുതലെടുത്തത്. അതാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ശ്രീതുവിൻ്റെ മൊഴി പരസ്പര വിരുദ്ധമായിരുന്നു, ഹരികുമാറിൻ്റെയും പരസ്പര വിരുദ്ധമായിരുന്നു. കുട്ടിയുടെ പിതാവ് മാത്രമാണ് കൃത്യമായി മൊഴി കൊടുത്തതും കൊലപാതക ഉത്തരവാദിത്വത്തിൽ നിന്നും ആദ്യം തന്നെ ഒഴിഞ്ഞതും. ഇവിടെ ഹരികുമാർ പറയുന്നത് മാത്രം കേട്ട് പോലീസ് ഉത്തരവാദിത്വം അയാളുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് ഒഴിയരുത്. അയാൾ തന്നെ ആയിരിക്കാം കിണറ്റിലിട്ടത്. എന്നാൽ അമ്മ ശ്രീതുവിന് പങ്കില്ല എന്ന് തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്തുപെറ്റ് 2 വർഷം നോക്കിയ കുട്ടിയെ കാണാതെ പോകുമ്പോൾ ആ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഒരു തരുമ്പും കള്ളം പറയാൻ അമ്മ പാടില്ല. എന്നാൽ സഹോദരനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് അമ്മയുടെ ആദ്യ മൊഴികളൊക്കെ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മരണത്തിൽ അമ്മ ശ്രീതുവിന് പങ്കില്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. എന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ദുരൂഹമായ ബന്ധവും ഇടപാടുകളും ഗൗരവമായി തന്നെ അന്വേഷിക്കുകയും കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ശ്രീതുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ശ്രീതു താൻ ഇവിടെ തന്നെ കഴിയും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ടും ആ നല്ലവനായ ഭർത്താവ് തന്നോട് പിണങ്ങിയിരിക്കുന്ന ഭാര്യയുടെ അപ്പൻ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കുക മാത്രമല്ല അതിന് 16 അടിയന്തരത്തിന് പോലും എത്താൻ കൂട്ടാക്കി. അന്ന് അയാൾ അവിടെ താമസിക്കുന്നു. താമസിച്ച അന്ന് തന്നെ ഈ ഹരികുമാർ ആ കുട്ടിയെ കൊന്നെങ്കിൽ തീർച്ചയായും അത് അയാളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നിരിക്കണം. പ്രത്യേകിച്ച് ഒരു മന്ത്രവാദിയുടെ ഇടപെടൽ കൂടിയുണ്ട്. വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന വിഷയമാണിത്. പോലീസ് ഇതിനെ വെറുതെ വിട്ടുകൂടാ, ലഘൂകരിച്ചുകൂടാ. കേരളം അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും പിടിയിൽപ്പെട്ടിരിക്കുന്നു. അതിനൊക്കെ കുടപിടിക്കാനും ഒത്താശ ചെയ്യാനും ചില വ്യക്തികളെ ഭയന്ന്, ചില ഗ്രൂപ്പുകളെ ഭയന്ന് നമ്മുടെ പോലീസും സർക്കാരും മാറി നിൽക്കുന്നു. ഈ ഭയാനകമായ സംഭവത്തിന് ചുരുൾ അഴിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട് നമുക്കാർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ പാതാളക്കുഴിയിലേക്ക് വീണുപോയിരിക്കുന്നു. പണ്ടൊക്കെ ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, വികസിതരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ അനുനിമിഷം പിന്നോട്ട് പോകുന്നു. ഒരു വശത്ത് സർക്കാരിൻ്റെ ധൂർത്തും അഴിമതിയും ഭരണക്കൊള്ളയും, മറുവശത്ത് കൊലപാതകവും പീഡനങ്ങളും ലഹരി കച്ചവടവും. ആർക്കും സ്വസ്ഥമായി നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ നാട് തകർന്നു പോയിരിക്കുന്നു. അതിനിടയിലാണ് 14 വയസ്സുള്ള ഒരു 9ാം ക്ലാസ്സുകാരൻ തൻ്റെ സീനിയറായ ഒരു വിദ്യാർത്ഥിനിയിൽ അച്ഛനാവുന്നതും സ്വന്തം പെങ്ങളെ പ്രാപിക്കാൻ വേണ്ടി ആങ്ങള പെങ്ങളുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നതും സ്വന്തം മകൾ മരിച്ചിട്ടും കൊലയാളിയെ സംരക്ഷിക്കുന്ന തരത്തിൽ പോലീസിനോട് ആ സ്ത്രീ പെരുമാറുന്നതുമൊക്കെ ഇതിൻ്റെയൊക്കെ കടക്കൽ കത്തിവെച്ച് ഈ നാട് ശുദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. പക്ഷെ ആകെ ഭയന്നു പോവുകയാണ്. നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഈ വാർത്തകളൊന്നും അറിയാത്ത ഒരു ലോകമുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുന്നു. വാർത്തയെ അവസാനിപ്പിച്ചാൽ ഒരുപക്ഷെ സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടാവുന്നു.